ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയായിരുന്നു പറഞ്ഞത്. മോർണിംഗ്. ഓക്കെ, നമ്മള് ഏതാണ് കോഡ് ആംബർ മിസ്സിംഗ് ഇൻഫന്റ് ഓഫ് ചൈൽഡ് ഇവിടെ വരെയില്ല നമ്മൾ പറഞ്ഞത്. ആംബർ കഴിഞ്ഞില്ലായിരുന്നു. നെക്സ്റ്റ് കുറച്ചും കൂടെ ഉള്ളൂ നമുക്കിനി. കോഡ് ഗ്രീൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എല്ലാവർക്കും പഠിക്കാൻ തുടങ്ങിയോ? ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ നമ്മുടെ തീരാറായിട്ടുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞില്ലേ ലാസ്റ്റ് സെക്ഷനൊക്കെയാണ് നമ്മളെത്തിനിക്കുവാണ്. ഈ ചാപ്റ്റർ കുറച്ചും കൂടെ ഉള്ളു. നമ്മുടെ സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഡേറ്റ് ഒക്കെ വന്നോ? നിങ്ങൾക്ക് എക്സാമിന്റെ എന്തെങ്കിലും തന്നോ? വന്നിട്ടുണ്ടോ? എക്സാമിന്റെ ഡേറ്റ് അല്ല വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം തീരാറൊക്കെയായി. ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്കിപ്പോ അറിയിക്കും കേട്ടോ എന്ന എക്സാം കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ തരും. നിങ്ങൾ പതുക്കെ കുറച്ച് പഠിച്ചു തുടങ്ങിയേക്കോ കേട്ടോ. ഇതിനു വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, കോഡ് ഗ്രീൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോഡ് ഗ്രീൻ ആണ്. അത് ആ കോഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓരോ എമർജൻസി കോഡുകളും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അത് നോട്ട് ചെയ്യണം കേട്ടോ. കോഡ് ഗ്രീൻ ഇന്റേണൽ. കോഡ് ഗ്രീൻ എന്തിനാണ്? ഇന്റേണൽ ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിപ്പിക്കൽ. ഇന്റേണൽ ഇവാക്വേഷൻ. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ആളുകളെയൊക്കെ നമ്മൾ ഒഴിപ്പിക്കണം അല്ലെ? അതാണ് കോഡ് ഗ്രീൻ പറയുന്നത്. കോഡ് ഗ്രീൻ ഇന്റേണൽ ഇവാക്വേഷൻ, ഒഴിപ്പിക്കുക. അതാണ്. Hospital tends to use code green along with the other codes as it indicate that the hospital is activating an emergency operations plan. എന്താണ് ഈ ഹോസ്പിറ്റൽ ടെൻറ്റ്, TENT, പാലിക്കുക, പരിപാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഹോസ്പിറ്റൽ ടെൻഡ് ടു യൂസ് കോഡ് ഗ്രീൻ. ഈ കോഡ് ഗ്രീൻ മറ്റുള്ള കോഡുകൾക്കൊപ്പം തന്നെ ഇത് പരിപാലിക്കുന്നു. മറ്റു എമർജൻസിയുടെ ഒപ്പം തന്നെ നമ്മളിപ്പോ എന്താണ് അതിന്റെ ഒപ്പം ഇവാക്വേഷൻ ആ ഒരു ഇത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കോഡ് ഗ്രീൻ പറയുന്നു. Along with the other codes as it indicates that hospital. അപ്പൊ എന്താ പറഞ്ഞ? ഹോസ്പിറ്റൽ എന്തിനെ? ഹോസ്പിറ്റൽ is activating an emergency operation plan. ഹോസ്പിറ്റൽ ഒരു എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ സജീവമാക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹോസ്പിറ്റല് ഒരു എമർജൻസി പ്ലാൻ സജീവമാക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. As it indicates that the hospital is activating an emergency operation plan. Hospital ഒരു emergency operation പ്ലാനിനെ സജീവമാക്കുന്നു എന്നാണ് കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ടോ കേട്ടോ. ഏതാണ് നമുക്ക് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്കാം, അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. Code green indicates that the hospital is activating an emergency operation plan. Hospital ഒരു അടിയന്തരമായിട്ടുള്ള പ്രവർത്തന പ്ലാൻ അതിനെ സജീവമാക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. Some hospital use a code green to indicate mass casualty event. ഇനി ചില ഹോസ്പിറ്റലില് ഈ കോഡ് ഗ്രീൻ എന്താ? ഒരു കൂട്ടം കാഷ്വാലിറ്റി ഇവന്റ്സുകള്, സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കി താഴെ കൊടുത്തിട്ടുണ്ട്. Such as multiple surveyors of mass shooting arriving at a hospital for treatment. Okay, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ചില ഹോസ്പിറ്റല് കോഡ് ഗ്രീൻ എന്തിനെ സൂചിപ്പിക്കുന്നു? A mass casualty event. ഒരു കൂട്ട അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൂട്ടം അപകടത്തെ സൂചിപ്പിക്കാൻ ചില ഹോസ്പിറ്റല് കോഡ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. Such as ഏതൊക്കെയാ? Multiple surveys of a mass shooting arriving at the hospital for treatment. എന്താ? ഒരു കൂട്ടം ആളുകള് ഒരു മാസ് ഷൂട്ടിംഗ്, വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്നിലധികം ആളുകള് ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിനായി എത്തുന്നു. അതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് അവിടെ. A multiple surveyors of a mass shooting arriving at the hospital for treatment. ട്രീറ്റ്മെന്റിനായിട്ട് ഒരു കൂട്ടം ആളുകള്
അല്ലെ? ഒരു കൂട്ടം എങ്ങനെയുള്ള ആളുകളാ? ഈ മാസ് ഷൂട്ടിംഗ്, ഒരു കൂട്ടം വെടിവെപ്പിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകള് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിനായി എത്തുന്നു. The code may include a description of the mass casualty scenario. Okay. എന്താണ് ഒരു കോഡ്? ഈ കോഡ് ഗ്രീൻ എന്താണ്? ഒരു കൂട്ടം കാഷ്വാലിറ്റി കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. Then, as well as information about which emergency operation plan that code activate. കോഡില് ഒരു വലിയ തോതിലുള്ള അപകട സാഹചര്യത്തിന്റെ എന്ത് എമർജൻസി ആണ് അതിന്റെ വിവരണവും ഈ കോഡ് സജ്ജമാക്കുന്നുണ്ട്. എമർജൻസി കോഡ് പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങളും ഈ കോഡില് ഉൾപ്പെട്ടേക്കാം. ഒപ്പം തന്നെ ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് എമർജൻസി ഓപ്പറേഷൻ, ഏത് അടിയന്തരമായിട്ടുള്ള എമർജൻസി പ്രവർത്തനങ്ങളാണ് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഏത് ഈ കോഡില് ഉൾപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരുന്നില്ല കേട്ടോ. ആദ്യത്തെ എന്തായാലും നോട്ട് ചെയ്യുക. Code agreed to indicate some hospital code agreed to indicate a mass casualty event. ഒരു കൂട്ടം കാഷ്വാലിറ്റി സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ പറഞ്ഞിരുന്നതാണ്ടോ, മാസ് ഷൂട്ടിങ്ങിൽ നിന്ന് സർവേ ചെയ്ത ഒരു കൂട്ടം ആളുകള് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായി എത്തുന്നു. The code may include, ഈ കോഡിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? Description of a mass casualty scenario, mass casualty scenario, as well as the information. അതിന്റെ ഒപ്പം തന്നെ എമർജൻസി ഓപ്പറേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഈ കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു 3 ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. ആ 3 ലെവലും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോക്കി വെക്കുക. ലെവൽ 1 എന്താണ്, ലെവൽ 2 എന്താണ്, ലെവൽ 3 എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ലെവൽ 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ ആണ്. ലെവൽ 1 ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ. എന്താ? ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ beyond the fire separation door to an adjacent safe area on the same floor. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ ബിയോണ്ട് ദ ഫയർ സെപ്പറേഷൻ ഡോർ to an adjacent safe area on the same floor. ഇപ്പൊ ഒരു ഫയർ ഒക്കെ ഉണ്ടാവും. ഈ എന്താണ് ലെവൽ 1ല് ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ വെച്ച് നേരിട്ട് അല്ലെ, നേരെ തിരിച്ചീനമായി ഒഴിപ്പിക്കലാണ്, ഹൊറിസോണ്ടലാണ്. ഇപ്പൊ ഈ ഒരു ഫ്ലോറില് ഒരു സെക്ഷനില് നമ്മൾ ഫയർ ഡേഞ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ആ സെയിം ഫ്ലോറിൽ തന്നെ, ഇപ്പൊ 2ാമത്തെ നിലയിലാണ് ഈ അപകടം ഉണ്ടായെങ്കിൽ അവരെങ്ങോട്ടാണ്? ആ 2ാമത്തെ ആ നിലയില് അപകടം ഉണ്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് സെയിം ഫ്ലോറില് അഡ്ജസന്റ് ഏരിയയിലേക്ക്, തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് മാറ്റാണ്. എവിടെ? സെയിം ഫ്ലോറിൽ തന്നെ, ആ 2ാമത്തെ നിലയിൽ തന്നെ വേറെ എന്താ അതിനോട് ചേർന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റുന്നു. അതാണ് ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ. ഫയർ സെപ്പറേഷൻ ഡോറിനപ്പുറത്ത് evacuate all affected person beyond the fire separation door. ഫയർ സെപ്പറേഷൻ ഡോറിന്റെ അപ്പുറത്ത്, അതായത് ആ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു ഏരിയയില്ലേ, അതിൽ നിന്നും ആ സെയിം ഫ്ലോറിൽ തന്നെ മാറ്റുന്നത്. ആ സെയിം ഫ്ലോറിൽ വേറെ ഏരിയയിലേക്ക് മാറ്റുന്നു. ക്ലിയർ ആയോ? സെപ്പറേഷൻ ഡോർ ടു ആൻ അഡ്ജസന്റ് സേഫ് ഏരിയ ഓൺ ദ സെയിം ഫ്ലോർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചെയ്യാട്ടോ. അഡ്ജസന്റ് ഏരിയയിലേക്ക് എവിടെ? ഓൺ ദ സെയിം ഫ്ലോർ. 2ാം നിലയിലാണെങ്കിൽ 2ാം നിലയില്, 5ാം നിലയിലാണ് ഈ ഫയർ ഡേഞ്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ 5ാമത്തെ നിലയിൽ തന്നെ വേറെ സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റും. ക്ലിയർ അല്ലേ? അത് adjacent safe area on the same floor. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതാണ് ലെവൽ 1ൽ പറയുന്നത് കേട്ടോ. ഇനി 2ാമത്തെ നോക്കിയേ. ഓക്കെ, 2ാമത്തെ വന്ന് നോക്കിയേ. ലെവൽ 2ൽ എന്താണ്? വെർട്ടിക്കൽ ഇവാക്വേഷൻ. വെർട്ടിക്കൽ ആണ് ഒഴിപ്പിക്കുന്നത്. അത് ഇവാക്വേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒഴിപ്പിക്കുക. അതായത് ആ ഈ ഫയർ എന്തെങ്കിലും അഫക്ട് ചെയ്ത പേഴ്സണെ എങ്ങനെയാ ഒഴിപ്പിക്കുന്ന, അവരെ മാറ്റുന്നതെങ്കിലും വെർട്ടിക്കൽ ആയിട്ടാണ്. വെർട്ടിക്കൽ ഇവാക്വേഷൻ ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ ടു അനദർ ഫ്ലോർ. വേറെ ഫ്ലോറിലേക്കാണ്. എങ്ങനെയാ?
വേറെ ഫ്ലോറിലേക്കാണ് മാറ്റുന്നത്. പ്രിഫറബിളി സെക്കൻഡ് ഫ്ലോർ ഡൗൺ, 2 floors ഡൗൺ, അതായത് 2 ഫ്ലോർ താഴേക്ക്. ഇപ്പൊ ഒരു 5ാമത്തെ ഫ്ലോറിലാണ് ഈ ഫയർ ഡേഞ്ചർ വന്നെങ്കിൽ 2 ഫ്ലോർ താഴേക്ക് 4 3 കഴിഞ്ഞ് അവർ 2ാമത്തെ ഫ്ലോറിലേക്ക് അത്രയും സുരക്ഷിതമായിട്ട് തൊട്ട്, അതായത് 5ാമത്തെ നിലയിലാണെങ്കിൽ നേരെ 4ാമത്തെ നിലയിലേക്ക് മാറ്റൂല. മനസ്സിലായോ? തൊട്ട് താഴേക്കല്ല മാറ്റുക, അതിന്റെ താഴേക്ക് 2 floor down, 2 ഫ്ലോർ താഴേക്ക്, 2 ഫ്ലോർ താഴേക്ക് അവര് സുരക്ഷിതമായി മാറ്റുന്നു. അതാണ് vertical evacuation. Okay, evacuate all affected person to another floor. വേറെ ഫ്ലോറിലേക്കാ മാറ്റുന്നത്. ആദ്യത്തേത് സെയിം ഫ്ലോറിലേക്ക് തന്നെയല്ലേ മാറ്റിയത്, അല്ലെ? ആദ്യത്തേത് സെയിം ഫ്ലോറിലേക്ക് തന്നെയാണ് മാറ്റിയത്. വെർട്ടിക്കൽ ഇവാക്യുവേഷനിൽ എങ്ങനെയാണ്? വേറെ ഫ്ലോറിലേക്കാണ്, ടു ദ അനദർ ഫ്ലോർ, വേറെ ഫ്ലോറിലേക്കാണ് മാറ്റുന്നത്. പ്രിഫറബിളി 2 floors down, 2 ഫ്ലോർ താഴേക്ക്. അടുത്ത നോക്കിയേ, ലെവൽ 3 എന്താ നോക്കിയേ. ലെവൽ 3 ടോട്ടൽ ഇവാക്യുവേഷൻ. Evacuate all persons from the building. Remain in your assigned area for instruction. Okay. Total evacuation എന്ന് പറഞ്ഞാൽ evacuate all persons from the building. എല്ലാ ആളുകളെയും ആ ബിൽഡിംഗിൽ നിന്ന് തന്നെ മാറ്റുകയാണ്. Remain in your assigned area for instruction. നിയുക്ത പ്രദേശങ്ങളില് ആ ഒരു ഫയർ ഡേഞ്ചർ ആണെങ്കിൽ അതുണ്ടായ ആ ഒരു പ്രദേശം, ആ ഒരു നിയുക്ത പ്രദേശത്തിൽ നിന്ന് ശേഷിക്കുന്ന എല്ലാ ആളുകളെയും വേറെ ബിൽഡിങ്ങിലേക്ക് തന്നെ മാറ്റുന്നു. ആ ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിംഗ് തന്നെ മാറ്റാണ്. ആ ബിൽഡിങ്ങിന്റെ താഴെ ഫ്ലോറിലേക്കൊന്നും അല്ല, ആ ബിൽഡിങ്ങിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അറേഞ്ച് ഏരിയ ഫോർ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം അനുസരിച്ചിട്ട് അവര് വേറെ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയാണ്. അതാണ് ടോട്ടൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. 3 ക്ലിയർ അല്ലേ? അത് ഏതെങ്കിലും ചോദിക്കാട്ടോ. ടോട്ടൽ ഇവാക്യുവേഷൻ മീൻസ്, അല്ലെങ്കിൽ vertical evacuation means, അതായത് ബാക്കി ഇനി അവിടെ ആ ഒരു എന്താണ് ഒരു ഫയർ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അവശേഷിക്കുന്ന എല്ലാ ആളുകളെയും ആ ബിൽഡിംഗിൽ നിന്ന് തന്നെ മാറ്റും. അതാണ് ടോട്ടൽ ഇവാക്യുവേഷൻ. ക്ലിയർ അല്ലേ? 3 എണ്ണം പെട്ടെന്ന് നോക്കിയേ. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, when to activate an emergency response code. ഇനി നമുക്ക് എങ്ങനെ ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് ഹൗ ആക്ടിവേറ്റ്, എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, എപ്പോഴൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. when to activate an emergency response code. ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് എപ്പോൾ നമുക്ക് സജ്ജീകരിക്കാം, സജീവമാക്കാൻ. An emergency response code will be initiated when any of the above emergency situation will occur. എപ്പോഴാ കോഡ് സജീവമാക്കുന്നത്? ഏതെങ്കിലും ഒരു എമർജൻസി വരുമ്പോഴല്ലേ? ഏതെങ്കിലും, അല്ലാതെ വെറുതെ നമുക്ക് എമർജൻസി കോഡ് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലില് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് എമർജൻസി കോഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. An emergency response code will be initiated when any of the above, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എമർജൻസി occur ചെയ്യുകയാണെങ്കിൽ, എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ എമർജൻസി റെസ്പോൺസ് കോഡ് ആരംഭിക്കാം. Who can activate emergency response code? Any individual. ആർക്ക് ആക്ടിവേറ്റ് ചെയ്യാം? ഇനി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം? Any individual that hospital staff or all category may എല്ലാ കാറ്റഗറിയിലുമുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് വിസിറ്റേഴ്സിന് പറ്റുമോ? പേഷ്യന്റിന് ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഇൻഡിവിജ്വൽ എവിടെയുള്ളത്? ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ സ്റ്റാഫ്, അല്ലെ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും, ഏത് കാറ്റഗറിയിലാണെങ്കിലും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഈ എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. ഹോസ്പിറ്റലിലെ എല്ലാ കാറ്റഗറിയിലും വരുന്ന സ്റ്റാഫിന് ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാം. അവിടെ ഓപ്ഷൻ ഇട്ട് ചോദിക്കട്ടെ, പേഷ്യന്റിന് വിസിറ്റേഴ്സിന് ഒക്കെ കോഡ് ആക്ടിവേറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കാം. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നോക്കിയേ, ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. ഇനി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാം.
സ്റ്റെപ്പ് 1. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി ട്ടോ. സ്റ്റെപ്പ് 1. In organizing an emergency response is notification. ഇത് ആദ്യത്തെ എന്താണ്? സ്റ്റെപ്പ് 1 എന്താ? In organizing an emergency response is notification. ആദ്യം അറിയിപ്പാണ്. എമർജൻസി റെസ്പോൺസ് ആദ്യം എന്താണ്? ഇന്ന എമർജൻസി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ്, അറിയിപ്പാണ്. A reliable notification service is needed to ensure that the appropriate resources are deployed according to the type of the incident. അല്ലേ? എന്താ? ആ ഏത് സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്, ഏത് ഇൻസിഡന്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ്, ആ സംഭവത്തിന്റെ തരം അനുസരിച്ച് അതിന് ഉചിതമായിട്ടുള്ള റിസോഴ്സുകള് വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിശ്വസനീയമായ ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമാണ്. റിലയബിൾ നോട്ടിഫിക്കേഷൻ സർവീസ് ഈസ് നീഡഡ്. ആവശ്യമാണ്. ഒരു റിലയബിൾ എന്താ? വിശ്വസനീയമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമാണ്. എന്തിന്? ടു എൻഷുർ ദാറ്റ് ഉറപ്പുവരുത്താനായിട്ട് അനുയോജ്യമായ റിസോഴ്സസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ദ ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിന്റെ തരം അനുസരിച്ച്, ആ സംഭവത്തിന്റെ തരം അനുസരിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമാണ്. രണ്ടാമത്തെ നോക്കിയേ. The communication system in the hospital is adequate along with the good public address system. Right? Communication system in hospital ഇതിനൊപ്പം തന്നെ it is adequate along with the good public address system. പറഞ്ഞില്ലേ പബ്ലിക് അഡ്രസ് സിസ്റ്റം? ഇതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ പറഞ്ഞാണ് മൈക്രോഫോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഈ എമർജൻസി അറിയിക്കുന്നതാണ് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം. പൊതുവായിട്ട് അഭിസംബോധന ചെയ്യുന്ന സംവിധാനങ്ങള്. അതിന്റെ ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ആരംഭിക്കും. In the hospital is adequate along with a good public address system, and in fact each and every telephone in the hospital is connected to public address system. ഹോസ്പിറ്റലിലെ എല്ലാ ടെലിഫോണും എന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു? പബ്ലിക് അഡ്രസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. Every telephone in the hospital is connected to the dash. ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് to the public address system, so as to communicate to other hospital employees in the case of emergency. ഇതിനു വേണ്ടിയാ ഈ ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫിനെ അറിയിക്കണ്ടേ? ആ എമർജൻസി, മെഡിക്കൽ എമർജൻസി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെലിഫോണുകൾ എല്ലാവരും ഒരു പൊതുവായിട്ടുള്ള ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിൽ കൂടെ നമ്മൾ കോഡുകൾ പറയുമ്പോൾ എല്ലാ സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യും? അറിയാൻ പറ്റും അല്ലെ? ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് ഉണ്ടായിരുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റും. Then the individual calling the code must dial the designated number to call a code that is applicable to that particular emergency situation. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മറ്റ് എംപ്ലോയിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആശയവിനിമയം നടത്താൻ പറ്റും. ഏതെങ്കിലും ഇതായിട്ട് ഏതെങ്കിലും ആ മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനില് ഹോസ്പിറ്റലിലെ മറ്റുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. The individual calling the code must dial the designated number. ആയിട്ടുള്ള നമ്പറില് എന്ത് ചെയ്യണം? വിളിക്കണം. കോഡ് വിളിക്കുന്ന ആ കോഡ് പറയുന്ന വ്യക്തി ആ ഒരു അടിയന്തര സാഹചര്യത്തിന് ബാധകമായിട്ടുള്ള ആ കോഡുകൾ വേണം പറയാൻ. നമ്പർ ടു കോൾ എ കോഡ് ദാറ്റ് ഈസ് applicable to that particular emergency situation. ഏത് എമർജൻസി ആണോ ആ സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോഡ് വേണം. applicable ആയിട്ടുള്ള കോഡ് വിളിക്കാനായിട്ട് ഒരു നിയുക്ത നമ്പറില് എന്ത് ചെയ്യണം? designated number, നിയുക്ത നമ്പറില് ഡയൽ ചെയ്യണം. The individual calling the code must dial the designated number. നിയുക്തമായ നമ്പറിൽ ഡയൽ ചെയ്യണം. To call a code that is applicable to that particular emergency situation. ആ particular emergency ഏത് എമർജൻസി ആണോ ആ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോഡ് വേണം ഡയൽ ചെയ്യാനായിട്ട്.
കോഡ് വേണം പറയാനായിട്ട്. ആ കോഡ് പറയാനായിട്ട് ആ ഒരു പ്രത്യേക നമ്പറിൽ എന്ത് ചെയ്യണം, ഡയൽ ചെയ്യണം. Okay, give the exact location. Give correct location, block, area, room number. ഇതെന്താണ് പറയണം. എന്നാൽ ഏത് റൂമില്, ഏത് ബ്ലോക്കില്, ഏത് ഏരിയയിലാണ് ആ എമർജൻസി സംഭവിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ കോഡ് പറയുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, എക്സാക്ട് ലൊക്കേഷനും കൂടി പറയണം. Give the exact location, that is block, area, room number, etc. ബ്ലോക്ക്, ഏരിയ, റൂം നമ്പർ, എക്സെട്ര ഇങ്ങനെ കാര്യങ്ങൾ കൂടി പറയണം. ബ്ലോക്ക്, ഏരിയ, റൂം നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയണം. ഓക്കെ, 4 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതൊന്ന് വായിച്ചു വെച്ചേക്കാം. അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 1 ഉള്ളത് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ചെയ്ത് ആദ്യത്തെ എന്താണ്, എമർജൻസി റെസ്പോൺസ്. അതിന്റെ ഓർഗനൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഏതാ, നോട്ടിഫിക്കേഷൻ ആണ്, അറിയിപ്പാണ്. പിന്നെ എല്ലാ ടെലിഫോണും ഹോസ്പിറ്റലിലെ പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ലൊക്കേഷൻ, ബ്ലോക്ക്, ഏരിയ, റൂം നമ്പർ ഇതൊക്കെ ആ എക്സാക്ട് ലൊക്കേഷൻ പറയണം. വായിച്ചു വെക്കാം. ഇത് നോക്കിയേ, what happens when the emergency response code is not announced? ഇനി എന്താ സംഭവിക്കുന്നത്? when the emergency response code അനൗൺസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതും ഫസ്റ്റ് നമ്പർ ആയിട്ട് 1 2 3 ഇങ്ങനെ 6 പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. When the code is called, code വിളിക്കുമ്പോൾ every designated team of physicians, nurses and other appropriate personnel respond swiftly, പെട്ടെന്ന് and efficiently, efficient ആയിട്ട് കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നു. Based on their training, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ഇങ്ങനെ ടാസ്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ഇതാക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ അവിടെ ആ ഫിസിഷ്യൻ അതിന് പ്രീ ഡെസിഗ്നേറ്റഡ്, ഇതിന് എന്താണ് മുൻകൂട്ടി നിയുക്തമാക്കിയിട്ടുള്ള, അതിന് മുൻകൂട്ടി നിയോഗിച്ചിട്ടുള്ള ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അതർ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ, അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകള് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ഇങ്ങനെ സ്വിഫ്റ്റ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, സ്വിഫ്റ്റ്ലി വളരെ വേഗത്തിലും എഫിഷ്യന്റ്ലി കാര്യക്ഷമമായിട്ടും എന്ത് ചെയ്യണം, അത് റെസ്പോണ്ട് ചെയ്യണം. ബേസ്ഡ് ഓൺ ദെയർ ട്രെയിനിങ്, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ ദെയർ ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേഗത്തിലും കാര്യക്ഷമമായിട്ടും വേണം പ്രവർത്തിക്കാൻ, പ്രതികരിക്കണം. When the emergency response code is announced, emergency response code announce ചെയ്യുമ്പോൾ the message will be received by the team. ആ മെസ്സേജ് ടീമിന് റിസീവ് ചെയ്യും. Who are expected to arrive at the scene and expected to respond at a time that is 0 to 3 minutes. ടീമിന് ആ മെസ്സേജ് ലഭിക്കും എന്നാ പറയുന്നത്. എമർജൻസി റെസ്പോൺസ് കോഡ് ലഭിക്കുമ്പോൾ, അനൗൺസ് ചെയ്യുമ്പോൾ അതേ മെസ്സേജ് ടീമിന് ലഭിക്കും. The message will be received by the team. ആ ഒരു ടീമിന് മെസ്സേജ് ലഭിക്കും. Who are expected to arrive at the scene. പ്രതീക്ഷിക്കുന്നു ആ സീനിലേക്ക് അവര് എന്താ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എക്സ്പെക്ടഡ് റെസ്പോൺസ് ദ ടൈം, എക്സ്പെക്ടഡ് റെസ്പോൺസ് ചെയ്യാനുള്ള ടൈം എത്രയോ 0 to 3 minutes. 5 10 അല്ലെങ്കിൽ മിനിറ്റോ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ അവിടെ എത്തിയ പോരാ. എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പോൺസ് ടൈം എത്രയാണ്? 0 to 3 minutes. 0 മുതൽ 3 മിനിറ്റ് വരെ അല്ലെ. അതിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, when an emergency response code is activated, ഒരു എമർജൻസി കോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ
all the team members assigned to that code should be react without delay. ആ കോഡിൽ നിയോഗിക്കപ്പെടുന്ന എല്ലാ ടീം അംഗങ്ങളും എന്താണ് അത് ഡിലേ വരാതെ അതിനോട് പ്രതികരിക്കണം, റെസ്പോണ്ട് ചെയ്യണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡിലേ ഒന്നും വരാൻ പാടില്ല. ഇപ്പൊ ആ കോഡ് അനൗൺസ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടോ അങ്ങനെ ഇതൊന്നും പാടില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ എമർജൻസി റെസ്പോൺസ് കോഡ് ഈസ് ആക്ടിവേറ്റഡ്. കോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ all the team members, എല്ലാ ടീം മെമ്പേഴ്സും എന്ത് ചെയ്യണം? assigned to that code should react without delay. ഡിലേ ചെയ്യാതെ തന്നെ അതിന് അസൈൻ ചെയ്തിട്ട് നിയോഗിച്ചിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉടനടി തന്നെ അതിനോട് റിയാക്ട് ചെയ്യണം, അതിനോട് പ്രതികരിക്കണം. The members of the emergency code team must ensure that the area or scene is safe before proceeding with their response. Okay. The member of the emergency code team, emergency code team members, they must ensure that the area or scene is safe before proceeding with the response. അവരുടെ പ്രതികരണങ്ങളിൽ അത് ആ ഒരു റെസ്പോൺസുമായി മുന്നോട്ട് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അവര് സേഫ് ആണ്, ആ ഏരിയ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. The members of the emergency code team must ensure that the area or scene is safe. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സീൻ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ഇതിനു മുന്നേ ബിഫോർ പ്രൊസീഡിങ് വിത്ത് ദ റെസ്പോൺസ്, അവരുടെ റെസ്പോൺസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നേ അവരുടെ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ സീൻ അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. This necessitates a quick evaluation of the location and the situation related to the emergency response call. This necessitates a quick evaluation, location and the situation. Location എവിടെയാണ്, ആ സിറ്റുവേഷൻ ഏതാണ്, related to the ഇതുമായി ബന്ധപ്പെട്ട എമർജൻസി റെസ്പോൺസ് കോളുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ ലൊക്കേഷൻ ആ സിറ്റുവേഷനെ പെട്ടെന്നുള്ള ഇവാലുവേഷന് സാധ്യമാക്കുന്നു, അതിന് അനുവദിക്കുന്നു. Emergency response code team members function collaboratively during the code with the one person identified as a code team leader. Emergency response code team members code team leader ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തിയുമായി സഹകരിച്ച് വേണം പ്രവർത്തിക്കാൻ. എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് എങ്ങനെ വേണം പ്രവർത്തിക്കാൻ? Collaboratively during the code with the one person identified as a code leader. Code leader സഹകരിച്ച് വേണം ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാനായിട്ട്. എമർജൻസി കോഡ് ടീം മെമ്പേഴ്സ് ആരുമായിട്ട്? കോഡ് ടീം ലീഡറുമായിട്ട് സഹകരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. നമ്മൾ ചെയ്തോട്ടോ. കോഡ് ലീഡർ ആണെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തിയുമായി സഹകരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. സഹകരിച്ച് പ്രവർത്തിക്കണം. ഓക്കെയാണോ? എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് ആ മെമ്പേഴ്സ് ആ കോഡ് ടീം ലീഡറുമായിട്ട് സഹകരിച്ച് വേണം പ്രവർത്തിക്കാൻ. അവരൊരുമിച്ച് സഹകരിച്ച് വർക്ക് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, the code incident report is filled by the team leader at the end of the event. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. The code incident report written document ആണ് കേട്ടോ, റിപ്പോർട്ടാണ്.
ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റിട്ടേൺ റിപ്പോർട്ടാണ് കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട്. എന്ത് സംഭവമാണ് അല്ലെ, ഏത് ഇൻസിഡന്റ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിട്ടേൺ ഡോക്യുമെന്റ് ആണ് കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട്. ആ കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ആര് ഫില്ല് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? ഫിൽഡ് ബൈ ദ ടീം ലീഡർ. എപ്പോഴ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഇവന്റ്. ആ ഇവന്റിന്റെ അവസാനം, ആ ഇവന്റിന്റെ അവസാനം എന്ത് ചെയ്യണം? ഈ ലീഡർ കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ചോദിക്കാറുണ്ട്. ദ കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഈസ് ഫിൽഡ് ബൈ എ ഡാഷ്. ആരെ ഫില്ല് ചെയ്യേണ്ടത്? ടീം ലീഡർ ആണ് കേട്ടോ. ആ കോഡ് ടീം ലീഡർ ആണ് ഫില്ല് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇവന്റ്. ആ ഇവന്റിന്റെ അവസാനം. And submit to the director or medical superintendent or chief administrative officer of committee. CRP committee, safety committee, തുടങ്ങിയ കമ്മിറ്റി ഇവരുമായിട്ട് അതെന്ത് ചെയ്യണം? എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ടീം ലീഡർ അത് ഫില്ല് ചെയ്തിട്ട് കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫില്ല് ചെയ്തിട്ട് ആർക്ക്? ഡയറക്ടറിനോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കമ്മിറ്റിക്കും ഒക്കെ ഇത് സബ്മിറ്റ് ചെയ്യണം. അതും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. Director, medical superintendent, chief administrative officer, committee. Okay, submit. Submit to the director, medical superintendent, chief administrative officer, committee. Okay, അത് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മുടെ എമർജൻസി കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളത് 1 2 3 ഫുള്ള് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണ്ട, അതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ റെസ്പോൺസ് ടൈം വേണമെങ്കിലും അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. എക്സ്പെക്ടഡ് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ 0 to 3 മിനിറ്റ്സിനുള്ളിൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്യുന്നതാണ്. ഇതും കൂടി ആ ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. കോഡ് കോൾ ചെയ്യുമ്പോൾ ആ മുൻകൂട്ടി അതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള ടീം ആരൊക്കെയാണുള്ളത്? അതിനകത്ത് ആ ടീമിലെ ഫിസിഷ്യൻ, നേഴ്സസ് ആൻഡ് അതർ അപ്രോപ്രിയേറ്റ് പേഴ്സൺ. ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ ഉടനടി എന്താണ് വേഗത്തിലും കാര്യക്ഷമമായിട്ടും റെസ്പോണ്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ബേസ്ഡ് ഓൺ ദ ട്രെയിനിങ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിനിങ്ങിനെ അടിസ്ഥാനമാക്കി അവര് വേഗത്തിലും കാര്യക്ഷമമായിട്ടും റെസ്പോണ്ട് ചെയ്യണം. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേ അത്രയൊക്കെ അധികം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു പോയിന്റില് 6ാമത്തെ പോയിന്റിൽ 2 നോട്ട് ചെയ്തോട്ടോ. കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫില്ല് ചെയ്യുന്നത് ടീം ലീഡർ ആണ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഡയറക്ടറിനോ മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കമ്മിറ്റി ഇവർക്കൊക്കെ അത് എന്ത് ചെയ്യുന്നു? അത് സബ്മിറ്റ് ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഓപ്ഷനൊക്കെ തരാം, അത് നോക്കി വെക്കാം. ഇനി അടുത്തത് ഡോക്യുമെന്റേഷൻ ആൻഡ്
documentation and reporting. Okay, reporting of the incident may be completed through an event report, include report which is designed or any other resorting method. അതായത് നമ്മുടെ ഒരു ഇവന്റ് എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവം ഇവന്റ് റിപ്പോർട്ട് ഒരു ഡിസൈൻ ചെയ്തോ മറ്റെന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു അവലംബന രീതിയോ ഒക്കെ വഴി പൂർത്തിയാക്കുക നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ് ചെയ്യാതെ പറഞ്ഞത് റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇൻസിഡന്റ് മേ ബി കംപ്ലീറ്റഡ്. ആ ഇൻസിഡന്റിന്റെ ആ ഒരു സംഭവം ഏത് എമർജൻസി ആണ് അല്ലെ അതിന്റെ ആ ഒരു ഇൻസിഡന്റ് ആ ഒരു സംഭവത്തിന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം? കംപ്ലീറ്റഡ് ത്രൂ ആൻ ഇവന്റ് റിപ്പോർട്ട്. ഇവന്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇൻസിഡന്റ് റിപ്പോർട്ടോ അതുവഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഡിസൈൻഡ് ഓർ എനി അതർ റിസോർട്ടിംഗ് മെത്തേഡ് വഴി നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഇവന്റ് റിപ്പോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തോ മറ്റേതെങ്കിലും രീതിയോ വഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. Documentation containing information about the activation is reviewed and detailed. ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആക്ടിവേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ അതെന്ത് ചെയ്യുന്നു? അവലോകനം ചെയ്യുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. റിവ്യൂ ചെയ്യുന്നു, അവലോകനം ചെയ്യുകയും അത് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. Documentation containing the information about the activation. Activation is സംബന്ധിക്കുന്ന ആക്ടിവേറ്റഡ് ആകുന്ന ആ ഒരു അതിന് സംബന്ധിക്കുന്ന ഇൻഫർമേഷന്റെ ഡോക്യുമെന്റേഷൻ. ആ ഡോക്യുമെന്റേഷൻ ആണ് എന്ത് ചെയ്യുന്നു? ഈസ് റിവ്യൂഡ് ആൻഡ് റീറ്റെയിൻഡ്. അത് റിവ്യൂ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യുകയും അത് റീറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അത് നിലനിർത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ നോക്കിയേ, മാനേജ്മെന്റ് വിൽ കണ്ടക്ട് റൂട്ട് കോസ് അനാലിസിസ് ഓർ സിമിലർ റിവ്യൂ ഓഫ് ദ ഇൻസിഡന്റ് to identify areas for improvement and then implement those improvements. Management will conduct a root cause analysis. We know management root cause analysis conduct RCA. Root cause analysis. Management will conduct a root cause analysis. That's short form RCA. Or similar review of the incident to identify the area for the improvement. Improvement area identify cheyanayittu root cause analysis or similar review of the incident adu ava conduct cheyunu and then implement those improvement. Adu implement cheyannu vecha nadakkilakka avaru aa improvement adu implement cheyuka nadakkilakക്കുകയും ചെയ്യുന്നു. Management will conduct a root cause analysis or similar review of the incident to identify the area for the improvement. Improvement നുള്ള area identify ചെയ്യാം അല്ലേ? അതിനു വേണ്ടിയിട്ട് റൂട്ട് കോസ് അനാലിസിസ് അല്ലെങ്കിൽ ആ ഇൻസിഡന്റിന്റെ റിവ്യൂ അവലോകനം ഒക്കെ നടത്തുന്നു. അങ്ങനെ ഏത് ഏരിയയാണോ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഏതാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത് ആ improvements എന്താ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗിൽ വരുന്നത്. ആ സംഭവത്തിന്റെ റിപ്പോർട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏരിയ കൂടിയാണ് ഇവന്റ് റിപ്പോർട്ട് ഓർ ഇൻസിഡന്റ് റിപ്പോർട്ട്. കംപ്ലീറ്റ് ചെയ്യുന്നു. ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യുന്നു? അത് ആക്ടിവേഷനുള്ള ഡോക്യുമെന്റേഷൻ റിവ്യൂ ചെയ്യുന്നു, അത് അവലോകനം ചെയ്യുന്നു, അത് റീറ്റെയിൻ ചെയ്യുന്നു, നിർത്തുന്നു. ഇനി എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? RCA കോസ് അനാലിസിസ് അല്ലെങ്കിൽ സിമിലർ റിവ്യൂ ഓഫ് ദ ഇൻസിഡന്റ് അതിന്റെ റിവ്യൂ അവലോകനം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു ഐഡന്റിഫൈ ദ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റിനുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് root cause analysis അതുപോലെ ഇൻസിഡന്റിന്റെ റിവ്യൂ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? implement these improvements. implement ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. implement those improvement നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. Training and education ensures that
all the staff are aware of potential emergency situation and or security hazard, how to respond or react and how to protect themselves and their co-workers through established policies and procedure. ഇനി അടുത്തതാണ് training and education. Training and education ensures that all the staff are aware of potential emergency situation. ഈ training educationലൂടെ എന്താണ് എന്ത് ഉറപ്പുവരുത്തണം? എല്ലാ സ്റ്റാഫും അവെയർ ആണ്. അല്ലെ? എല്ലാ സ്റ്റാഫും അവയർനെസ് ഉണ്ട്, അവബോധമുണ്ട്. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹസാർഡ് അല്ലെങ്കിൽ റെസ്പോണ്ട് ഓർ റിയാക്ട് ഓർ ടു പ്രൊട്ടക്ട് ദംസെൽസ്, എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം, പിന്നെ അതുപോലെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ആൻഡ് their co-workers through established policies and procedure. അതിന്റെ രീതികളെ സ്ഥാപിതമായിട്ടുള്ള പോളിസി പ്രൊസീജിയർ അല്ലെ, സ്ഥാപിതമായിട്ടുള്ള പോളിസി നയങ്ങളിലൂടെയും നടപടിക്രമങ്ങളുടെയും എന്താണ് എങ്ങനെ നമുക്ക് അത് സംരക്ഷിക്കാം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ്സിന് എല്ലാ സ്റ്റാഫിനും അവയർനെസ് ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെ അത് നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, പൊട്ടൻഷ്യൽ എമർജൻസി സാധ്യതയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഏതാണ്, ഇതേക്കുറിച്ചൊക്കെ എല്ലാ സ്റ്റാഫുകൾക്കും അവയർ ആയിരിക്കണം. അതിനുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ ചെയ്യണം. Then specific training should be provided to all the team members as their specific roles and the responsibility during a variety of scenarios. Again, specific training should be provided. പ്രത്യേകം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് to all the team members. എല്ലാ ടീം മെമ്പേഴ്സിനും സ്പെസിഫിക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then as to their specific roles and responsibility during a variety of scenarios. വിവിധ സാഹചര്യങ്ങളില് അവരുടെ റോൾസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ ടീം മെമ്പേഴ്സിനും പ്രത്യേകം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. പ്രത്യേകം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? Specific training should be provided to all the team members. എല്ലാ ടീം മെമ്പേഴ്സിനും പ്രത്യേകം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കോഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു വിവിധ സാഹചര്യങ്ങളിൽ അവരുടെ റോൾസ് എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതേ സംബന്ധിച്ച് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ? സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് പ്രൊസീജിയർ ടു ഫോളോ ഇഫ് ദേ ബിക്കം എ ഹോസ്റ്റേജ് ഓർ വിക്ടിം. ജീവനക്കാര് അതിനകത്ത് ഹോസ്റ്റേജ് എന്തെങ്കിലും വ്യക്തികളാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശാക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് പാലിക്കേണ്ട നടപടിക്രമങ്ങള് സ്റ്റാഫ് ട്രെയിനിങ്ങിന് കവർ ചെയ്യുന്നു. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതിന് മുന്നത്തേലും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആർക്ക്? എല്ലാ ടീം മെമ്പേഴ്സിനും അവരുടെ റോൾസ് റെസ്പോൺസിബിലിറ്റി എന്നിവയെ സംബന്ധിച്ച് സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? അവിടെ മൂന്നാമത്തെ പോയിന്റില് സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് procedure to follow if they become a hostage of victim. The staff training covers the procedure to follow if they become a hostage or victim. നമ്മളൊരു ഹോസ്റ്റേജ് സ്റ്റാഫുകള് ആ ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അതിനൊരു വിക്ടിം ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബന്ദികളാവുകയോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവര് വിക്ടിം ആവുകയാണെങ്കിലോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പോളിസി പ്രൊസീജിയേഴ്സ് അവര് പാലിക്കണം, കവർ ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ആണ് കേട്ടോ. ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ആ 3 പോയിന്റ്സ് ഒന്ന് നോക്കിയേ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ,
ഇനി നെക്സ്റ്റ് challenges of implementation ആണ് ട്ടോ. അപ്പൊ ഈ കോഡുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്? ഈ കോഡുകള് ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്? Okay, one of the primary problem of the hospital emergency response code system in general is the lack of national standardization. Underline ചെയ്തിട്ടുണ്ടോ? ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ ഹോസ്പിറ്റൽ എമർജൻസി റെസ്പോൺസ് കോഡ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എന്താണ്? പ്രൈമറി പ്രോബ്ലം, പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഇസ് എ ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഒരു ദേശീയ നിലവാരം അതിന്റെ ഒരു അഭാവമുണ്ട്. ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. എന്താ ഒന്നാമത്തെ നമ്മളെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞത്? എന്താണ്? അതിന് നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ കുറവാണ് അല്ലെ? ദേശീയ നിലവാരത്തിന്റെ അഭാവമുണ്ട്. ഒരു പ്രൈമറി പ്രോബ്ലം ആണ്. ഹോസ്പിറ്റൽ എമർജൻസി കോഡ് സിസ്റ്റം നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. Although some emergency response codes such as a code blue and code red are universal around the world. നമ്മൾ പറഞ്ഞില്ലേ code blue, code red. code blue എന്തൊക്കെ കാണിക്കുന്നേ? code blue. Although some emergency response codes such as code blue and code red are universal ആണ്, universal around the world. ലോകം മുഴുവനും ആ കോഡ് അങ്ങനെയാണ്. എന്താ കോഡ് ബ്ലൂ? ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. കോഡ് റെഡ് എന്തിനായിരുന്നു സൂചിപ്പിച്ചേ? അത് രണ്ട് യൂണിവേഴ്സൽ കോഡാണ്. എല്ലാ ഹോസ്പിറ്റലിലും അത് തന്നെയാണ്. കോഡ് റെഡ് എങ്ങനെയാ സൂചിപ്പിച്ചത്? ഫയർ. ഓക്കെ, വെരി ഗുഡ്. ഫയർ അല്ലെ, ഫയറിനെയാണ് കാണിച്ചിരിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ്, ഫയർ. ആ രണ്ട് കോഡുകളും യൂണിവേഴ്സൽ ലോകം മുഴുവൻ അത് സെയിം കോഡ് തന്നെയാണ്. other codes are not consistent. പക്ഷെ മറ്റുള്ള കോഡുകളില്ലേ അത് നമ്മൾ കൺസിസ്റ്റന്റ് അല്ല, സ്ഥിരതയുള്ളതല്ല. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ കോഡ് പറയുമ്പോൾ പക്ഷെ വേറെ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ആ കോഡ് തന്നെ വേറൊരു മെഡിക്കൽ എമർജൻസി ആയിരിക്കും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രണ്ട് കോഡും മാത്രമേ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്, സെയിം ആയിട്ട്. അത് എവിടെ ചെന്നാൽ ഏത് ഹോസ്പിറ്റലാണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ കാർഡിയാക് അറസ്റ്റ്, കോഡ് റെഡ് എന്ന് പറഞ്ഞ എന്താണ്? ഫയർ. ആ രണ്ടെണ്ണം അത് മാത്രം, അതിന് മാത്രമേ സ്ഥിരതയുള്ളൂ. മറ്റു കോഡുകൾ എന്താണ്? many of the other codes are not consistent. അതിന് സ്ഥിരതയുള്ളതല്ല, ആ കോഡുകൾ സ്ഥിരതയുള്ളതല്ല. Each color can have a various meaning across the different states or countries. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഏതൊക്കെ കോഡുകളാണോ കേട്ടോ. കോഡ് ബ്ലൂ ആൻഡ് റെഡ് ആർ യൂണിവേഴ്സൽ അറൗണ്ട് ദ വേൾഡ്. Many of the other codes are not consistent. ഇത് മറ്റു കോഡുകൾ എന്താണ്? കൺസിസ്റ്റന്റ് അല്ല, സ്ഥിരതയുള്ളതല്ല. Many of the other codes are not consistent. കോഡുകൾക്ക് സ്ഥിരതയില്ല. Each color can have a various meaning. ഓരോ കളറും, ഓരോ എമർജൻസി കോഡുകൾ കാണിക്കുന്ന കളറില്ലേ അതിന് പല മീനിങ് ഉണ്ട്. across the different states or countries. പല സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ കൺട്രീസിൽ ഓരോന്നിനും പല എന്തുണ്ട്? ആ മീനിങ് ഉണ്ട് കളറിന്. Each hospital or hospital association is responsible for developing its own emergency code. ഓരോ ഹോസ്പിറ്റലിന്റെ അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണ് for developing its own emergency code. അവർക്ക് സ്വന്തമായിട്ട് ഒരു എമർജൻസി കോഡ് വികസിപ്പിക്കുന്നതിന് ഓരോ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ അസോസിയേഷനും ഉത്തരവാദിത്തമുണ്ട്. Each hospital or hospital association is responsible for developing its own emergency code. അവരുടെ സ്വന്തം എമർജൻസി കോഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ അസോസിയേഷനും ഉത്തരവാദിത്തമുണ്ട്. Some hospital use numbered code or system rather than colors. ചില ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കുന്നത് നമ്പർ ഈ കളർ കോഡുകൾക്ക് പകരം ചില ഹോസ്പിറ്റൽസ് നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Some hospital use
numbered code system ഏതിനേക്കാളും rather than colors. ഈ കളർ കോഡിന് പകരം ചില ഹോസ്പിറ്റലുകളിൽ നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. When these codes are developed independently by the hospital, there is a variability and overlap between the hospitals and a deal of variance, which can be a source of confusion at a critical moment to healthcare personnel. Okay, when these codes here healthcare personnel സ്റ്റാഫിന് ചില ക്രിട്ടിക്കൽ മൊമെന്റ്സിൽ ചില നിർണായകമായ നിമിഷത്തില് ചിലപ്പോഴേ നമുക്ക് എന്താ പറയാ ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ കളർ കോഡുകൾ പറയുമ്പോഴേ when these codes are developed independently by the hospital, ഓരോ ഹോസ്പിറ്റലും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ there is a variability and overlap between the hospitals. വേരിയബിൾ ആയിരിക്കും. ഞാൻ ഈ കോഡ് ഒരെണ്ണത്തിന്റെ എന്റെ ഹോസ്പിറ്റലിൽ എങ്ങനെയാക്കിയ വേറെ ആ സെയിം കളർ തന്നെ വേറെ എമർജൻസിയാണ് ഞാൻ കാണിക്കുന്നതിന് എന്താണ് അത് ആ കോഡുകൾ ആ കളേഴ്സ് കോഡുകൾ തമ്മിൽ വേരിയബിൾ ആയിട്ട് വ്യത്യാസപ്പെടും. ആൻഡ് ഓവർലാപ്പ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽസ് അല്ലെ ആൻഡ് ഗ്രേറ്റ് ഡീൽ ഓഫ് വേരിയൻസ് അത് അങ്ങനെ വരുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹോസ്പിറ്റൽസ് കോഡുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരാം. which can be a source of confusion. അത് എന്തിന് കാരണമാകും? ഒരു കൺഫ്യൂഷനുള്ള കാരണമാകാം. at a critical moment to healthcare personnel. പേഴ്സണൽസിന് ആ നിർണായകമായിട്ടുള്ള സാഹചര്യത്തില് അല്ലെ ആ ഒരു ക്രിട്ടിക്കൽ മൊമെന്റ്സില് നിർണായകമായിട്ടുള്ള സാഹചര്യത്തില് അവർക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ യൂണിവേഴ്സൽ ആയിട്ടൊരു കോഡല്ല. ഓരോ ഹോസ്പിറ്റലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കോഡുകൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ് തന്നെ വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഹോസ്പിറ്റലിലും രണ്ട് ഒരേ കളറുകൾ ചില ഇവിടത്തെ എമർജൻസി ആയിരിക്കില്ല അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഹോസ്പിറ്റൽ ആ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ ഇടയിൽ കൺഫ്യൂഷൻ ചില ക്രിട്ടിക്കൽ മൊമെന്റ്സ് അവിടെ തീരുമാനം എടുക്കേണ്ട ഇതിൽ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷന് ഉണ്ടാക്കാം. ഇത്രയും ബാക്കിയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി കുറച്ചും കൂടി ഉള്ളു. പിന്നെ അടുത്ത ക്ലാസ് ചെറിയ ഒരു പേജ് കൂടി ഉള്ളു. ഇതിന്റെ ബാക്കി തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഒരു ചെറുതായിട്ടൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ സെക്ഷൻ കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ലാസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. ഇനിയിപ്പോ എക്സാം അടുത്തിട്ടുണ്ട്. എന്തായാലും പേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയും. നിങ്ങൾ സമയം കിട്ടണതിന്റെ അനുസരിച്ച് നിങ്ങൾ കുറച്ചായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് 5ാമത്തെ 6, 7 മൊഡ്യൂളല്ലേ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക കേട്ടോ. എനിക്ക് വരാൻ നിൽക്കണ്ട. ഇപ്പൊ ലാസ്റ്റ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ലാസ്റ്റ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങളുടെ സമയത്തിന്റെ അനുസരിച്ച് തന്നെ റിവിഷൻ ചെയ്ത് പോവുക. എക്സാം അടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തരും. ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളിപ്പോ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾ നേരത്തെ നിങ്ങളത് പ്രിപ്പയർ ആവുക. എക്സാം അടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കുറച്ചൊക്കെ ആയിട്ടൊന്ന് റിവിഷൻ ചെയ്തു ഒക്കെ വെക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും ഇനി ഒരു പേജ് ഉള്ളൂ. അതൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, 2-3 മിനിറ്റ് നേരത്തെയാണ് ഇതിലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത്ര എടുത്താൽ അത്രയൊക്കെ ഒന്ന് നോക്കി വായിച്ചൊക്കെ വെക്കുക. കളികൾ കുറച്ചായിട്ട് ആദ്യം മുതലുള്ളത് റിവിഷൻ ചെയ്ത് പോവുക. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ.